ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ പ്രമാണം പഠിക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രത്യക്ഷ. സോ സിൻസ് ഓൾ ദ previous classes we have discussed with the introduction about the Padartha Vijnana as well as we have started the Apta Upadesha and we discussed many things about Apta Upadesha. So അന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു ശ്ലോകം പറഞ്ഞിരുന്നു. ദിവ്യതമേവ കലു സർവം സത് അസത്. ഈ ലോകം രണ്ട് രീതിയിലാണ് ലോകത്തിന് നമുക്ക് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. വൺ ഈസ് സത് ആൻഡ് വൺ ഈസ് അസത്. വൺ ഈസ് ലിവിങ് ആൻഡ് വൺ ഈസ് നോട്ട് ലിവിങ്. തസ്യ ചതുർവിധ പരീക്ഷ ആപ്തോപദേശ പ്രത്യക്ഷം അനുമാനം യുക്തിഷ്ഠ ഇതി എന്ന് പറയുന്ന സമയത്ത് അതിനെ പരീക്ഷിക്കാനുള്ള, അതിനെ എക്സാമിൻ ചെയ്യാനുള്ള, അതിനെ മനസ്സിലാക്കാനുള്ള 4 മെത്തേഡ്സ് ആണ്, ടൂൾസ് ഓഫ് എക്സാമിനേഷൻ ആണ് ആപ്തോപദേശം, പ്രത്യക്ഷം, അനുമാനം, യുക്തി. ആൻഡ് ഡെഫിനറ്റ്ലി വി ഹാവ് കംപ്ലീറ്റഡ് ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് ആപ്തോപദേശ. ചരകൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ആപ്തോപദേശം. ആപ്തോപദേശം നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ദെൻ സെക്കൻഡ് വൺ ആയിട്ടാണ് പ്രത്യക്ഷം എന്ന് പറയുന്ന സാധനം. സോ നിങ്ങൾക്ക് പ്രത്യക്ഷം എന്നുള്ള ആ ശ്ലോകത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എവിടേക്കാണ് പ്രത്യക്ഷം കേട്ടിട്ടുള്ളത്? ഞാൻ നിങ്ങളെ എന്യൂമറേഷൻ ഓഫ് ഡിഫറെന്റ് പ്രമാണാസ് അക്കോർഡിംഗ് ടു ഡിഫറെന്റ് ആചാര്യാസ് പറയുമ്പോൾ ചാർവാകൻ പ്രത്യക്ഷനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ചരകൻ 4 ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പറയുമ്പോൾ പ്രത്യക്ഷം നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. സോ ആ ഒരു പ്രത്യക്ഷത്തിനെ അന്ന് നിങ്ങൾ ഫസ്റ്റ് ജസ്റ്റ് കേട്ടത് മാത്രമേ ഉള്ളൂ പ്രത്യക്ഷം എന്താണെന്നുള്ളത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് വാട്ട് ഈസ് പ്രത്യക്ഷ. വാട്ട് ഈസ് പ്രത്യക്ഷ? സോ പ്രത്യക്ഷം എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒന്നും പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് ഒരു പോയിന്റ് ഇതിനെ കുറിച്ച് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് വണ്ണമന്തി പ്രമാണ. ഇത് പ്രമാണമാണ് എന്ന് നിങ്ങൾക്ക്, ഇറ്റ് ഈസ് എ വണ്ണമന്തി പ്രമാണ എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റുക? ഇത് ചരകൻ പറഞ്ഞിരിക്കുന്ന 4 പ്രമാണങ്ങളിൽ ഒന്നാണെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ ശ്ലോകം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദിവ്യതമേവ കലു സർവം സത് അസത് തസ്യ ചതുർവിധ പരീക്ഷ ആപ്തോപദേശ പ്രത്യക്ഷം അനുമാനം യുക്തിഷ്ഠിതി. ഇത് നിങ്ങൾക്ക് 2 പോയിന്റ് എഴുതാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് അല്ല, എല്ലാ നമ്മൾ പഠിച്ച എല്ലാ സ്കൂൾസ് ഓഫ് ഫിലോസഫിയും, ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫിയും, അത് സുശ്രൂനായിക്കോട്ടെ, അല്ലെങ്കിൽ ചരകനായിക്കോട്ടെ, അല്ലെങ്കിൽ വാഗ്ഭടനായിക്കോട്ടെ, അല്ലെങ്കിൽ തർക്കസംഗ്രഹം ആയിക്കോട്ടെ, ന്യായദർശനമായിക്കോട്ടെ, നിങ്ങൾക്ക് എൽസാമേണം കുറേ ദർശനങ്ങൾ പഠിപ്പിച്ചതില്ലേ, ദർശനങ്ങളായിക്കോട്ടെ, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പ്രത്യക്ഷം. സോ നിങ്ങൾക്ക് അത് ആ ഒരു പോയിന്റ് എഴുതാം. ഓൾ ദ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് ആർ ആക്സെപ്റ്റഡ് പ്രത്യക്ഷ എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രത്യക്ഷം. നിങ്ങൾക്കിപ്പം ജസ്റ്റ് ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു വാട്ട് ഈസ് പ്രത്യക്ഷ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇപ്പൊ ആപ്ത ഉപദേശം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉപദേശം യു മേ ബി അവെയർ അബൌട്ട് ദാറ്റ്. ഉപദേശം ഇസ് നത്തിങ് ബട്ട് അഡ്വൈസസ്. ആപ്ത you may not be familiar with that one when I was taking the initial classes. So പക്ഷേ പ്രത്യക്ഷം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? പ്രത്യക്ഷം നമുക്കറിയപ്പെടുന്നത് പ്രത്യക്ഷം എന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ എന്താ പറയുക സീരിയലൊക്കെ കാണുന്നത് പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ പുരാണങ്ങളിലൊക്കെ രാമായണ മഹാഭാരതമൊക്കെ കാണുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു, അവതരിച്ചു. അപ്പോൾ പ്രത്യക്ഷപ്പെട്ടാൽ അപ്പിയേർഡ് എന്നാണ് ഒരർത്ഥം. നമുക്ക് മലയാളത്തിൽ നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുക അപ്പിയേർഡ്, അത് പ്രത്യക്ഷപ്പെട്ടു അല്ലെ അപ്പിയറൻസ്. അങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ പെരിഫറലായിട്ട് നോക്കുമ്പോൾ, പെട്ടെന്ന് കാണുമ്പോൾ എന്നുള്ളൊരു മീനിങ് ആണ് നമുക്ക് പ്രത്യക്ഷം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇപ്പോൾ ഈ ഒരു മലയാളം വേർഡ് മീനിങ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലേക്ക് ഈ വേർഡ് കോറിലേറ്റ് ചെയ്യുന്ന സമയത്ത് സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് വിഷൻ എന്നാണ് നമുക്ക് ഒരു അർത്ഥം വരുന്നത്. പ്രത്യക്ഷപ്പെടുക എന്താണ്? ഒരാൾ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ എന്താ ചെയ്യുക? കണ്ണുകൊണ്ട് കാണുക. കണ്ണുകൊണ്ടല്ലേ നമുക്ക് ഒരാളെ കാണാൻ പറ്റുക, അല്ല ഒരു വസ്തുവിനെ കാണാൻ പറ്റുക. സോ നമ്മൾ കാട്ടിലേക്കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ആന മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ആനയെ നമ്മൾ കണ്ടു. സംതിങ് റിലേറ്റഡ് വിത്ത് ഐ. സോ പ്രത്യക്ഷ എന്ന് പറയുന്ന സമയത്ത് ഒരു കോമൺ മാൻ, അല്ലെങ്കിൽ നിങ്ങൾ കോമൺ മാൻ അല്ല, ഒരു ബീയിങ് എ ഫസ്റ്റ് സ്റ്റുഡൻറ്, ഒരു ഇനീഷ്യലായിട്ട് പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് പ്രത്യക്ഷം എന്ന് കേൾക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് വിഷൻ ഓർ ഐ. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എന്തോ സംഭവമാണ് പ്രത്യക്ഷം എന്നുള്ളതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു മീനിങ്. ആ ഒബ്വിയസ്ലി ട്രൂ ആണ്. സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ഐ എന്നുള്ള വിഷൻ എന്ന് പറഞ്ഞാൽ അത് ട്രൂ തന്നെയാണ്. സോ ഒരു ബീയിങ് ഒരു ഇനീഷ്യലായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് പ്രത്യക്ഷത്തിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവുക. സോ നമുക്കിനി എക്സാക്ട് പ്രത്യക്ഷം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ പ്രത്യക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മലയാളത്തിലേക്ക് കോറിലേറ്റ് ചെയ്യുന്ന സമയത്ത് സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ഐ എന്ന് പറഞ്ഞു.
സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് വിഷൻ എന്ന് പറഞ്ഞു. സോ ഒരു വിഷനെ കൊണ്ട്, ഒരു കണ്ണിനെ കൊണ്ട് നമ്മൾ, ഇത് ഞാൻ പറയുന്ന ഒരു ഇൻട്രോഡക്ഷൻ ലെവലിൽ മാത്രമാണ്. ഇൻട്രോഡക്ഷൻ ലെവലിൽ മാത്രം നിങ്ങൾ ഇതിനെ കാണുകയും ചെയ്യുക. പ്രത്യക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ബ്രോഡായിട്ടൊരു സംഭവമാണ്, വളരെ ഡെപ്ത് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഒരു ഇൻട്രോഡക്ഷൻ ലെവലിൽ നമ്മൾ പറയുന്ന സെൻസ്, ഞാൻ ഈ പെണ്ണിനെ കാണുന്നു, ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ കണ്ടു. സോ എനിക്ക് ഐ എം ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് നോളജ് ദാറ്റ് ദിസ് ഈസ് എ പെൻ ത്രൂ മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലാവുന്നു ദിസ് ഇസ് എ പെൻ. അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അർജുനെ കാണുന്നു, കണ്ണുകൊണ്ട് കാണുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഐ ആം ഗെറ്റിംഗ് ദിസ് ഇസ് അർജുൻ. ഇൻസ്റ്റന്റ് ആയിട്ട് എനിക്ക് നോളജ് കിട്ടുന്നു. സോ പ്രത്യക്ഷം എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള നോളജ് വി ആർ ഗെറ്റിംഗ് ത്രൂ പ്രത്യക്ഷ. സോ ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഞാൻ എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ആദ്യം പ്രത്യക്ഷം എന്ന് നോക്കാം. പ്രത്യക്ഷം എന്നുള്ള വേർഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പ്രതി പ്ലസ് അക്ഷ. പ്രതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മലയാളം മീനിങ്ങിൽ? പ്രതി എന്ന് വെച്ചാൽ വിക്ടിം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുറ്റം ചെയ്ത ആളെന്നാണ്. സാൻസ്ക്രിറ്റിൽ പ്രതി എന്ന് വെച്ചാൽ ഈച്ച് ഓഫ്. ഈച്ച് ഓഫ്. അക്ഷ മീൻസ് വാട്ട്? അക്ഷ, നിങ്ങൾ അക്ഷ എന്നുള്ള വേർഡ് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ട് കാണും. നിങ്ങൾ അക്ഷി എന്ന് പറഞ്ഞിട്ട് കേട്ടു. അക്ഷി മീൻസ് നത്തിങ് ബട്ട് ഐ, കണ്ണ്. അക്ഷ മീൻസ് വാട്ട്? നിങ്ങൾ നമ്മളെ വ്യാധികളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്റർ അഷ്ടാംഗഹൃദയത്തിൽ. വിനീത് സാർ പഠിപ്പിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞു. അത് ആ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സുഖസാധ്യ, കൃച്ഛസാധ്യ, യാപ്യ, അനുപക്രമ, ഇങ്ങനെ 4 ടൈപ്പായിട്ട് അസുഖങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ടൈപ്സിൽ അനുപക്രമത്തിൽ അനുപക്രമ ഏവസ്യാത് സ്ഥിതോ അത്യന്ത വിപര്യഃ ഔത്സുക്യമോഹാർത്ഥകൃത് ദൃഷ്ട അരിഷ്ടോ അക്ഷനാശനഃ. ലാസ്റ്റ് പറയാണ്, സെക്കൻഡ് ലൈൻ പറയാണ് ഔത്സുക്യമോഹാർത്ഥകൃത് ദൃഷ്ട അരിഷ്ടോ അക്ഷനാശനഃ. സോ ലാസ്റ്റ് അക്ഷനാശന എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് പഠിച്ചത്? അക്ഷ ഇസ് നത്തിങ് ബട്ട് സെൻസ് ഓർഗൻസ്. അക്ഷ വെച്ചാൽ നമ്മുടെ സെൻസ് ഓർഗൻസിനെയാണ് നമ്മൾ അക്ഷ എന്ന് പറയുന്നത്. അക്ഷനാശന. നമുക്ക് അവസാനത്തെ 4ാമത്തെ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു എന്താ പറയുക, അനുപക്രമം എന്നുള്ള ഒരു അവസ്ഥ വരുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ നശിച്ചു പോകും, നമുക്ക് സെൻസസ് ഒന്നും കിട്ടത്തില്ല. സോ അക്ഷ ഇസ് നത്തിങ് ബട്ട് സെൻസ് ഓർഗൻസ്. So pratyaksha means split into prati plus aksha. Prati means each of, aksha is sense organs. So each of sense organs. രണ്ട് വേർഡാണ് നമുക്ക്. ഈച്ച് ഓഫ് സെൻസ് ഓർഗൻസ്, സെൻസ് ഓർഗൻസ് പ്ലസ് ഈച്ച് ഓഫ്. അപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് പ്രമാണം എന്ന് വെച്ചാൽ എന്താണ്? എ ടൂൾ ഫോർ ഗെറ്റിംഗ് നോളജ്. പ്രമാണം മീൻസ് ടൂൾ ഫോർ ഗെറ്റിംഗ് നോളജ്. പ്രത്യക്ഷം എന്താണ്? ഇറ്റ്സ് എ വൺ ഓഫ് ദ ടൂൾ. ഒരു ടൂളാണ് എന്തിന്? നോളജിന് വേണ്ടിയിട്ട്. സോ പ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമാണം ഈസ് എ ടൂൾ ഫോർ ഗെറ്റിംഗ് നോളജ്. ഒരു നോളജിനെ കിട്ടാനുള്ള ഉപായത്തിനാണ് നമ്മൾ പ്രമാണം എന്ന് പറയാം. ആ ടൂളാണ് പ്രത്യക്ഷം. സോ എന്തിന്റെ ടൂളാണ്? നോളജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൂൾ. അപ്പൊ നോളജിനെ കിട്ടാൻ വേണ്ടിയുള്ള ടൂളാണ് പ്രത്യക്ഷം. സോ പ്രതി പ്ലസ് അക്ഷ, ഈച്ച് ഓഫ് സെൻസ് ഓർഗൻസ്. സോ നോളജ് പ്രത്യക്ഷം. ഇവിടെ നിന്ന് നമുക്ക് നോളജിന് എഴുതാം. സോ പ്രമാണം ടൂൾസ് ഓഫ് ഗെറ്റിംഗ് നോളജ് ആണ്. ഒരു നോളജ് കിട്ടാനുള്ള നോളജ് ടൂളാണ്. പ്രതി പ്ലസ് അക്ഷ. എങ്ങനെയാണ് നമുക്ക് നോളജ് കിട്ടുന്നത്? അപ്പം പ്രതി പ്ലസ് അക്ഷ. പ്രതി പ്ലസ് അക്ഷ മീൻസ് ഈ സെൻസ് ഓർഗൻസിലേക്കൂടെ നമുക്ക് നോളജ് കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രത്യക്ഷം എന്ന് പറയുക. ഇങ്ങനെയാണ് നമ്മൾ കോറിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മളൊരു മാത്സിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്ത് വരില്ലേ, അതുപോലെയാണ് നമുക്ക് ഇതും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രമാണം എന്ന് വെച്ചാൽ ടൂൾസ് ഓഫ് ഗെറ്റിംഗ് മീൻസ് ടു അറ്റൈൻ നോളജ് ആണ്. ഒരു മീനാണ്, ഒരു ടൂളാണ് പ്രമാണം. പ്രത്യക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രമാണമാണ്. പ്രത്യക്ഷം എന്ന് വെച്ചാൽ എന്തോ മീനിങ് ആയിക്കോട്ടെ, നമുക്ക് മനസ്സിലായി. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നോളജിന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടൂളാണെന്നുള്ള നമ്മൾ പ്രമാണം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പ്രത്യക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ആ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടും പ്രതി പ്ലസ് അക്ഷ, ഈച്ച് ഓഫ് സെൻസ് ഓർഗൻ. സോ സെൻസ് ഓർഗൻസിലേക്കൂടെ വി ആർ ഗെറ്റിംഗ് നോളജ്, or the knowledge we are getting through sense organs, that is known as pratyaksha. So we are getting or we are acquiring knowledge through sense faculties or sense organs is known as pratyaksha.
പ്രത്യക്ഷത്തിന്റെ ആദ്യത്തെ ഡെഫിനിഷൻ ആണ് അക്ഷം അക്ഷം പ്രതി പ്രത്യക്ഷം. പ്രത്യക്ഷം എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യക്ഷം എന്താണ് പ്രത്യക്ഷം? പ്രതി ഈച്ച് ഓഫ്, അക്ഷം അക്ഷം. അക്ഷ മീൻസ് സെൻസ് ഓർഗൻസ്. 2 പ്രാവശ്യം സെൻസ് ഓർഗൻസ് പറഞ്ഞു. സോ അത് നമ്മൾ എംഫസൈസ് ചെയ്യണം, സ്പെസിഫൈ ചെയ്യാണ്. സോ പ്രത്യക്ഷ ഈസ് നത്തിങ് ബട്ട് വി ആർ ഗെറ്റിംഗ് ദ നോളജ് ത്രൂ സെൻസ് ഫാക്കൽറ്റീസ് ഓർ സെൻസ് ഓർഗൻസ് ഈസ് നോൺ ആസ് പ്രത്യക്ഷ. സോ പ്രത്യക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസ് ഓർഗൻസ് വഴി നമുക്ക് നോളജിനെ കിട്ടുന്നതിനാണ് പ്രത്യക്ഷം എന്ന് നമ്മൾ പറയാം. സോ ഈ പ്രത്യക്ഷത്തിന് ഒരു സിനോണിം ഉണ്ട്, ദൃഷ്ടം എന്നും പറയും. സോ അക്ഷം അക്ഷം പ്രതി പ്രത്യക്ഷം. ഈ പ്രത്യക്ഷത്തിന് നമ്മൾ ദൃഷ്ടാന്നും കൂടി നമ്മൾ ഒരു സിനോണിം ഉണ്ട്. ദൃഷ്ട എന്ന് വേണമെങ്കിലും പ്രത്യക്ഷനെ പറയും. ദൃഷ്ട നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ശബ്ദത്തിന്റെ 4 ടൈപ്പ് പഠിക്കുന്ന സമയത്ത് ദൃഷ്ടാർത്ഥ, അദൃഷ്ടാർത്ഥ, സത്യശ്ച, അനദശ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ദൃഷ്ട എന്ന് വെച്ചാൽ പ്രതിവിഷയ അധ്യവസായോ. അത് ഞാൻ ഇവിടെ എഴുതാൻ സ്ഥലമുള്ളതുകൊണ്ട് ഒരു വാട്ട് അധ്യവസായോ ദൃഷ്ടം. സോ ദൃഷ്ട ഈസ് നത്തിങ് ബട്ട് നമ്മൾ ദൃഷ്ട എന്നുള്ളൊരു വേർഡ്, ദൃഷ്ടാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദത്തെ പഠിച്ച സമയത്തോടെ നമ്മൾ സാധനത്തെ ഒബ്സർവ് ചെയ്തിട്ട് അത് സത്യമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് ഉള്ളതാണെന്ന് പറയുന്നു. അതാണ് നമ്മൾ ദൃഷ്ടാർത്ഥം എന്ന് പറയാം. നമ്മൾ എന്താ പറയുക, ഇതൊരു പെന്നാണെന്ന് പറയുന്നു നിങ്ങളടുത്ത് കണ്ടുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലായി പെന്നാണെന്ന്. സോ അതാണ് ദൃഷ്ടാർത്ഥം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശബ്ദത്തിൽ. സോ അതുപോലെ ദൃഷ്ടം മീൻസ് വൺ വിച്ച് ഈസ് ഒബ്സർവ്ഡ് എന്നാണ് ഇംഗ്ലീഷ് മീനിങ്, ഒബ്സർവ്ഡ്. സോ പ്രതിവിഷയ അധ്യവസായോ ദൃഷ്ടം. പ്രതിവിഷയ, വിഷയ സബ്ജect. So that means determinative knowledge through sense organs, sense faculties. So drishta is a synonym of pratyaksha and meaning of, and drishta is nothing but prativishaya adhyavasayo. That is determinative knowledge of a determinative knowledge through sense faculties. So ഒരു ഒബ്ജക്റ്റിന്റെ ഡിറ്റർമിനേറ്റീവ് നോളജ് നമുക്ക് സെൻസ് ഫാക്കൽറ്റീസ് കൊണ്ട് കിട്ടുന്നതിന് നമ്മൾ ദൃഷ്ടം എന്ന് പറയാം. We are getting a knowledge of object through, or we are getting a determinative knowledge of an object through sense faculties. So the knowledge of the determinative knowledge of object through sense faculties known as drishtam. So determinative knowledge ആണ്, കൺക്ലൂസീവ് ആയിട്ടുള്ള നോളജ് ആണ്, ഡിറ്റർമിനേറ്റീവ് നോളജ് ആണ്. നമ്മൾ വേർതിരിച്ച് അറിയാനുള്ള നോളജ് ആണ്. ഇത് കാണുമ്പോൾ പെന്നാണെന്ന് മനസ്സിലാക്കാനുള്ള നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് ഞാനിത് പെന്നാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് പ്രത്യക്ഷം അല്ലെങ്കിൽ ദൃഷ്ടം എന്ന് പറയാ. ഇത് കണ്ടിട്ട് ഞാനൊരു എന്താ പറയാ, ഒരു സ്റ്റിക്കാണെന്ന് പറഞ്ഞു, അത് ഡിറ്റർമിനേറ്റീവ് നോളജ് അല്ല, അതിനെ പ്രത്യക്ഷമല്ല, അതൊരു വേറൊരു നോളജാണ്. സോ അതിനെയാണ് നമ്മൾ ദൃഷ്ടം എന്ന് പറയുന്നത്. ആ ദൃഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിന്റെ സിനോണിം ആണ്, അല്ലെങ്കിൽ ദൃഷ്ടം എന്നും പറയും പ്രത്യക്ഷത്തിനെ. സോ സാംഖ്യകാരികയാണ് റെഫറൻസ്, സാംഖ്യകാരികയാണ് പ്രതിവിഷയ അധ്യവസായ ദൃഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, കാണുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. ഞാൻ ഈ പെണ്ണിനെ കാണുന്നു, അല്ലെങ്കിൽ ഞാൻ അർജുനെ കാണുന്നു, ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ ഫാനിനെ കാണുന്നു, ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ചിനെ കാണുന്നു, നിങ്ങൾ വൈറ്റ് ബോർഡിനെ കാണുന്നു, എല്ലാം കാണുക എന്നുള്ളൊരു എക്സാമ്പിൾ തൊട്ടാണ് പറഞ്ഞത്. സോ പ്രത്യക്ഷം എന്ന് വെച്ചാൽ സംതിങ് ഈസ് റിലേറ്റഡ് വിത്ത് അപ്പിയറൻസിനും കൂടി ഞാൻ ജസ്റ്റ് ഒരു കോമൺ മാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. സോ അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രത്യക്ഷം നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് കണ്ണ് മാത്രമാണെന്ന് തോന്നും. സോ ഞാൻ ഇവിടെ ഇതിന്റെ ഡെഫിനിഷൻ അക്ഷം സെൻസ് ഓർഗൻസ് എന്നും കൂടി പറയുന്നുണ്ട്. സോ പ്രത്യക്ഷം ഈസ് നത്തിങ് ബട്ട് വി ആർ ഗെറ്റിംഗ് ദ നോളജ് ത്രൂ സെൻസ് ഫാക്കൽറ്റീസ് ആണ്. ഞാൻ ഇപ്പോൾ ഈ കാണുന്നത് പ്രത്യക്ഷമാണ്. ഞാൻ ഈ പെണ്ണിനെ കാണുന്നു, അല്ലെങ്കിൽ ഞാൻ അർജുനെ കാണുന്നു. അർജുനെ കാണുന്നത് എൻ്റെ കണ്ണ് അർജുനിലാണ് ഉള്ളത്. സോ my eyes and the contact between my eyes and Arjun, that is known as pratyaksha. And I am getting the എന്താ പറയാ, ഇപ്പൊ സാന്ദ്ര നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പാടും, സാന്ദ്രയുടെ പാട്ട് ഞാൻ കേൾക്കുന്നു. സോ ഞാൻ കേൾക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ ഇയർ എന്ന് പറഞ്ഞ സെൻസ് ഓർഗൻ വെച്ചിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സോ സാന്ദ്രയുടെ സൗണ്ട് എൻ്റെ ഇയറും തമ്മിലുള്ള കോണ്ടാക്ടിനെയും പ്രത്യക്ഷം എന്ന് പറയും.
സോ നമ്മൾ നല്ലൊരു ഇലാ ക്യാൻറ്റീനിൽ പോയിട്ട് നല്ലൊരു ഫുഡ് കഴിക്കണം, നല്ലൊരു ബിരിയാണി കഴിക്കണം. ആ ബിരിയാണി എടുത്ത് ഞാൻ വായിൽ വെച്ച സമയത്ത് എൻ്റെ ടങ്ങിൽ തട്ടുന്നു ആ ബിരിയാണി. സോ ടങ്ങും ആ ബിരിയാണിയും തമ്മിലിനെ പ്രത്യക്ഷം എന്ന് പറയും. സോ അല്ലെങ്കിൽ ഞാൻ എല്ലാ ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് നല്ല ബിരിയാണിയുടെ സ്മെല്ല് വരുന്നുണ്ട്. ആ ബിരിയാണിയുടെ സ്മെല്ല് എൻ്റെ മൂക്കിൽ തട്ടുന്ന അതെൻ്റെ മൂക്കും എൻ്റെ നോസും ആ സ്മെല്ലും ആ ഒരു ബിരിയാണിയുടെ സ്മെല്ലും തമ്മിലുള്ള ബന്ധം അതും പ്രത്യക്ഷമാണ്. എന്നെ ഒരാൾ വന്ന് ഇങ്ങനെ പിടിച്ചു, കയ്യിൽ പിടിച്ചു, അപ്പോൾ ആ അയാളും ഞാനും തമ്മിലുള്ള ഈ കോണ്ടാക്റ്റും പ്രത്യക്ഷമാണ്. സോ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എന്തായാലും എംഫസൈസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ അടിവരയിടേണ്ട സാധനമാണ്. എന്നുവെച്ചാൽ പകലും രാത്രി എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അതുപോലെ അടിവരയിടേണ്ട ഒരു കാര്യമാണ് പ്രത്യക്ഷം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന മാത്രമല്ല പ്രത്യക്ഷം. നമ്മളെ കണ്ണുകൊണ്ട് that which is something has been seen by eyes or the contact or the knowledge we are getting through eyes is not only on പ്രത്യക്ഷം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നത് പ്രത്യക്ഷമാണ് ഡയറക്റ്റ് ആയിട്ട്. നമ്മൾ നമ്മൾ മൂക്ക് കൊണ്ട് സ്മെല്ല് ചെയ്യുന്നത് നമ്മളെ പ്രത്യക്ഷമാണ്. നമ്മൾ ടങ് കൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് പ്രത്യക്ഷമാണ്. നമ്മൾ സ്കിന്ന് കൊണ്ട് നമ്മൾ ടച്ച് ചെയ്യുന്നത് പ്രത്യക്ഷമാണ്. സോ പ്രത്യക്ഷ ഈസ് നത്തിങ് ബട്ട് we are getting the knowledge of sense faculties or getting the knowledge of sense organs which are verum kannu maatralla sense organs are eyes are there, ears are there, nose are there, tongue are there, and skin is also comes under sense organs. So we are getting the knowledge of an object through the sense faculties. Sense organs is known as pratyaksha. ഇതാണ് പ്രത്യക്ഷം എന്നുള്ളത്. അപ്പം നിങ്ങളെ മനസ്സിൽ അടിവരയിട്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യക്ഷം കണ്ണുകൊണ്ട് മാത്രം. നമ്മളിപ്പോൾ എക്സാമ്പിൾ പലതും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫ്യൂച്ചർ ക്ലാസ്സിലൊക്കെ പലപ്പോഴും എക്സാമ്പിൾ പറയുക കണ്ണുകൊണ്ട് കാണുന്നതിനെ കുറിച്ചിട്ട്, നമ്മൾ കാണുന്ന കാര്യത്തിനെ കുറിച്ചാണ് പറയാം. സോ എന്ന് കഴിഞ്ഞാൽ അത് മാത്രമല്ല പ്രത്യക്ഷം, അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ അടിവരയിട്ട് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാണ്. പ്രത്യക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻസ് ഓർഗൻസ് വഴി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ കിട്ടുന്നു അതിനെയാണ് നമ്മൾ പ്രത്യക്ഷം എന്ന് പറയാം. സോ ഇതാണ് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസിൽ പറയാനുള്ളത്. അതുപോലെ ക്ലാസ് 2 ശ്ലോകമാണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 ശ്ലോകവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡെഫിനിഷനും ലക്ഷണവും പിന്നെ എങ്ങനെയാണ് നമുക്ക് നോളജ് കിട്ടുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു സോ മച്ച്.